ഞാനിവിടെ പറയാൻ പോകുന്നത് 2018 ആരംഭിച്ച കാനഡ കഴിഞ്ഞ് UK ആ കുത്തൊഴുക്കിനെ പറ്റിയാണ്. ഏറ്റവും കൂടുതൽ UK കാനഡയ്ക്കും പോവാൻ നിൽക്കുന്നവരെ കാണുന്ന എവിടെയാ? ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു IELTSന്റെ സെന്ററിൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏജൻസിയിൽ. ഇവിടേക്ക് ആയിരിക്കുമല്ലോ. എന്നെവിടെയല്ല. പണ്ട് ദൈവമുണ്ടോ കൂട്ടുകാരാ എന്ന് ചോദിച്ചാൽ ദൈവത്തിന് എന്നുള്ള വല്ല ഡയറ്റ് വല്ലതും ആണോ? ദൈവം വേണമെങ്കിൽ എടുത്ത് കഴിച്ചോളൂ, നീ നിന്റെ പാടൊക്കെ പോടാ പിള്ള എന്നുള്ള മുനിയുടെ കാലത്തെ ബിറ്റടിച്ചുകൊണ്ടിരുന്നവനൊക്കെ കണ്ട അമ്പലത്തിലൊക്കെ പോയി താമസിച്ചിരിക്കുകയാണ്. ഈ ഇറച്ചി കൂട്ടാനുണ്ടെങ്കിൽ മാത്രം പള്ളിയിൽ നേർച്ചയ്ക്ക് പോയതിനൊക്കെ പള്ളിയിലും പോയി കാവലിരിക്കണം. എനിക്കിതിന്റെ അവസ്ഥ നമ്മൾ തീരെപ്പിടി കിട്ടാറില്ലെന്നേ. നമ്മളിപ്പോ ഈ നാട്ടുപ്രദേശത്ത് കണ്ടുവന്ന മെയിൻ ഒരു പരിപാടിയാണ്, നമ്മുടെ കൂട്ടത്തിലൊരു കൂട്ടുകാരനുണ്ടാവും. ഇവനൊന്ന് പെടുക്കാൻ പോകുന്നതിന് മുമ്പ് ഞാൻ ഈ ഉടുമുണ്ടൊന്ന് പൊക്കിക്കോട്ടെ കൂട്ടുകാരാ എന്ന് വരെ അഭിപ്രായം ചോദിക്കണം. അവൻ ഒരു ദിവസം വന്നിട്ട് പറയാണ്, ഞാൻ നാളെ UK വോട്ടറാ ചെയ്യുന്നത്. ഞാൻ ചോദിച്ചു, നീ എന്നെ ഈ പറഞ്ഞേ, നീ എന്ത് ഇത് പറയാ? ഞാൻ പറയാ, ഇതൊക്കെ ഒരു സർപ്രൈസ് അല്ലടാ. അല്ല, ഞാൻ ആരാ? വല്ല യൂട്യൂബർ എങ്ങാനും ആണോ? നീ ആരാ? എന്റെ പെണ്ണുമ്പിള്ള വല്ലാണോ? നിനക്ക് ഗർഭം ഉണ്ടെന്ന് വന്ന് തള്ളി പറഞ്ഞാല് പറയാനായിട്ട് ഞാൻ നിന്റെ ഒപ്പം എന്റെ സൂട്ട് കേസ് കയറി വരുമോ നിന്റെ ഒപ്പം? എനിക്ക് മനസ്സിലാവില്ല നീ പറയണേ. പിന്നെയാണ് എനിക്ക് ആ കാര്യം മനസ്സിലായേ. ഈ നാടറിഞ്ഞ് കല്യാണം നടത്തിയവനും നാട്ടുകാരെയൊക്കെ UK പോയേക്കാന്ന് പറഞ്ഞവനും ഏകദേശം ഒരവസ്ഥയാണ്. ഒരു 2 ആഴ്ച കഴിയുമ്പോ തൊട്ട് നാട്ടിലെ കുറെ കാലന് പോലും വേണ്ടാത്ത ശവരപ്പെട്ടികൾ ഇറങ്ങി ചോദിക്കും, എന്തൊരു പിള്ളേ ഒന്നും ആയില്ലേ? അല്ല, എന്താ ഇവരുടെ കാഴ്ചപ്പാട് എന്താ? ഇത് പിന്നെ അറിയാത്തൊരു സാഹചര്യമുണ്ട്. സാറേ, മെയിൻ സാധനം കേട്ടോട്ടോ. നമ്മളെ പോലെ തന്നെ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും നല്ല രീതിയിൽ ഇതിന് പരിശ്രമിക്കണം. അതുകൂടാതെ തന്നെ ഇതിന്റെ മുന്നിലും പിന്നിലും നമ്മൾ വേണ്ട രീതിയിൽ സഹകരിക്കാനും ഉണ്ട്. ഇത് രണ്ടുണ്ടെങ്കിൽ മാത്രമാണ് ഈ പോക്ക് നടക്കുള്ളൂ. ഇതൊന്നും ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ. ഇനി എന്തെങ്കിലും ദയഭാഗ്യം കൊണ്ട് ഇവര് പോവാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയായി. എയർപോർട്ടിലേക്ക് നമുക്ക് ചെന്ന് നോക്കാം. എയർപോർട്ടിൽ ചെല്ലാൻ നേരത്ത് UK പോകുന്ന ഒരു പയ്യനാണ്. അവന്റെ അച്ഛനുണ്ടാവും, അമ്മയുണ്ടാവും, ചേനുണ്ടാവും, ചേച്ചി ഉണ്ടാവും, നാട്ടുകാരുണ്ടാവും, വീട്ടുകാരുണ്ടാവും, കൂട്ടുകാരുണ്ടാവും, സർവത്ര ആൾക്കാരുമായിട്ടായിരിക്കും ഇവനങ്ങോട്ട് എയർപോർട്ടിലേക്ക് ചെല്ലണം. എയർപോർട്ടിൽ ചെന്ന് കണ്ണിന്റെ പോളയില് ഒരു 5 കിലോന്റെ മസിൽ കയറ്റി വെച്ച് കരയാതെ പിടിച്ചിരിക്കണ ആ പാവപ്പെട്ടവൻ അവന്റെ അപ്പനോ നോക്കും. ഗടാഗടീനായിട്ട് എന്ത് വിഷയം വന്നാലും ഇരുമ്പൊലൊക്കെ ഒഴിഞ്ഞോണം നിൽക്കണേ ആ കപ്പട മീസക്കാരൻ സെർലക്ക് പോയ പിള്ളേരുടെ സങ്കടത്തോടെ അവിടെ നിന്ന് തേങ്ങി കരയും. അത് കണ്ട് ആ പാവപ്പെട്ടവൻ തേങ്ങി കരയും. അത് കണ്ട് അവന്റെ അമ്മ കരയും, ചേട്ടൻ കരയും, ചേച്ചി കരയും, നാട്ടുകാരെയും വീട്ടുകാരെയും. എന്തിനേറെ പറയണോ, ജോലി കഴിഞ്ഞ് വീട്ടിൽ പോണ എയർ ഹോസ്റ്റസ് വരെ നിന്ന് കരയും. ഇത് കണ്ടപ്പോ ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞു, എടാ പൊന്നോനെ, എന്തിനാ ഇത്ര കട്ടപ്പെട്ട് പോണം? നിനക്ക് വീട്ടിലെങ്ങാനും ഇരുന്നാ പോരെ? ചെറു പുഞ്ചിരിയോടെ അവനങ്ങോട്ട് കയറി. വേറെ കുറെ ടീമുകളുണ്ട്. ഇവരിവിടുന്ന് UK വൈഫ് അവിടെ ഉണ്ടാവും. അപ്പൊ അങ്ങോട്ട് പോവാനുള്ള ഒരു പരിപാടിയില് ഇവരുടെ മെയിൻ പാട്ട് ഐ സ്വപ്നം കണ്ടതെല്ലാം ഉള്ളം കയ്യിൽ തൂവി, ഇന്ന് കാണും നാളെ, പിന്നെ കാണും മറ്റന്നാൾ. ഈ ഒരു പരിപാടിയും പാട്ടൊക്കെ ഇട്ടിട്ട് ഇവരങ്ങോട്ട് കയറി പോവും. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഒരു പൂ കൊടുക്കണ ഫോട്ടോ, പിന്നെ UK എയർപോർട്ടിൽ നിന്നിട്ടൊരു ഫോട്ടോ, പിന്നെ പുറത്തിറങ്ങിയിട്ട് വേറൊരു സെൽഫി. പിന്നെ എനിക്ക് അറിയാൻ പറ്റുന്ന വേറൊരു കേസ് ഇപ്പൊ പറയാൻ പറ്റില്ല. UK ഗവൺമെന്റ് അങ്ങോട്ട് ചെല്ലണവർക്ക് ഒരു ഐഫോൺ കൊടുത്തിട്ടാണോ ഉമാരകത്തേക്ക് കയറ്റി വിടണേ? എല്ലാവന്മാരും കയ്യിൽ ഐഫോൺ. ഇവന്മാര് കാരണമാണ് ഐഫോണിന്റെ ഡിമാൻഡ് ഇടിഞ്ഞതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. കാര്യം ഇതൊക്കെ പറയുമ്പോ ചെറിയ നെഞ്ചരിച്ചിലുണ്ടെങ്കിലും പറയാനുള്ളത് നമ്മൾ പറയണം. അസൂയാന്ന് കറക്കമ്പി പറയണ്ടേ, എനിക്കത് വിഷയമല്ല. ഇനി വേറെ കുറച്ച് ടീമുകളുണ്ട്. ഇവരുടെ മെയിൻ വിഷയക്കാർ ഇവരാണെന്ന് ശ്രദ്ധിച്ചു കേട്ടോ. ഇവന്മാര് വിളിച്ചിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞാണ്, എടാ ബർഗർ കട്ട് തിന്നതിന് ഇന്നും സായിപ്പ് പിടിച്ച് കുഞ്ചിക്കടിച്ചു. കെയർ ഹോമിലെ കാർന്നോര് ഇന്നും നിലത്ത് അപ്പിയിട്ടു. ചുളുവിലക്ക് മേടിച്ച വണ്ടിയുടെ എഞ്ചിൻ കത്തിപ്പോയി. ക്രെഡിറ്റ് കാർഡിലെ ബില്ല് തീർന്നു. അല്ല, ഞാൻ ആരാ? വൈക്കത്തപ്പനോ അല്ലെങ്കിൽ കൊട്ടാരക്കര ഗണപതിയോ? ഇവൻ ആഴ്ചയിൽ വിളിച്ച് ഇവന്റെ സങ്കടം പറഞ്ഞാന്നേ. പിന്നെയാണ് എനിക്ക് കാര്യം മനസ്സിലായി. ഇവന്റെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ രക്ഷപ്പെട്ടു എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കണ്ടല്ലോ എന്ന് കരുതി ആഴ്ചയിൽ വിളിച്ച് കാര്യം പറയുന്നേ. ഞാൻ സമ്മതിച്ചു കൊടുക്കും, പാവങ്ങൾ വല്ലവയ്ക്കും പോയി രക്ഷപ്പെടാൻ ചെയ്യും. കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഇവന്മാര് നാട്ടിലേക്ക് വരുമ്പോൾ ഒരു സന്തോഷമാണ്. വീട്ടിൽ എത്ര കടകെട്ടവനാണെങ്കിലും തിരിച്ച് വീട്ടിലേക്കും ഇവൻ മഹാരാജാവ്. അവിടുത്തെ ഈ ഇടയ്ക്ക് നമ്മുടെ ഒരു സഹൃദയൻ ഇവൻ UK ചെന്ന് സർപ്രൈസ് സെന്റർ വീട്ടിലേക്ക് ഇവൻ മറ്റേ ഇത് കേട്ടിട്ട്
ഞാനിപ്പോൾ കയറി ചെല്ലാൻ പോകുന്നത് പണ്ടെങ്ങോ പതിഞ്ഞ ഒരു ഫിലിം ക്യാമറയുടെ അകത്തേക്കാന്നൊക്കെ പറഞ്ഞ് ഇവൻ അങ്ങോട്ട് അകത്തേക്ക് അങ്ങോട്ട് നൈറ്റ് നമ്മുടെ ക്യാമറ ഒക്കെ പിടിച്ച് അകത്തേക്ക് കയറി എല്ലാരും സർപ്രൈസ് ആക്കി വീട്ടിൽ ചെന്ന് അമ്മയുടെ അടുത്തെത്തി അമ്മ ചെരവയ്ക്ക് അവന്റെ തലടിച്ച് ചതറിച്ചുള്ളത്. ഞാൻ പിറ്റേ ദിവസം ചോദിച്ചു, തള്ള എന്ത് പരിപാടി കാണിച്ചേ? ആ വന്ന ചെറുക്കന്റെ തലയടിച്ച് വിളിച്ചെന്തേ? അവന്റെ അമ്മ പറയാണ്, UK പോണെന്ന് വാശി പിടിച്ച് 10-30 ലക്ഷം രൂപ വീട് പണയം വെച്ച് ലോൺ എടുത്ത് UK കയറ്റിയിട്ടവൻ ജോലി വാരാന്നും പറഞ്ഞുകൊണ്ട് 2 ആഴ്ച കഴിഞ്ഞ് തിരിച്ചു വന്ന അവന് ഞാൻ ഇവിടുത്തെ ഇടവകപ്പള്ളിയിലെ പുണ്യാളം പിടിച്ചു മാറ്റിയിട്ട് അവനെ കയറ്റിയിട്ട് അച്ഛനോട് അവരെ കൊണ്ടെത്തിക്കാൻ പറയാം. ഞാൻ തിരിച്ചൊന്നും പറഞ്ഞില്ല. അവന്റെ അമ്മ പറയാണ്, ചെതറിത്തെറിച്ച തലച്ചോറ് വാരിക്കെട്ടി പൊതിച്ചോറിലാക്കി അടുത്ത ആഴ്ച കാനഡയ്ക്ക് പൊക്കോളം പറയണം, അല്ലെങ്കിൽ നിന്റെ തലയടിച്ച് വിളിക്കും. പ്രത്യേകിച്ച് ഞാൻ ഇത്തരം കാര്യങ്ങൾ അഭിപ്രായം പറയാറില്ല. വേറെ കുറെ ടീമുകളുണ്ട്, ഇവന്മാര് നാട്ടിൽ വന്ന എക്സ്ട്രാ ഓർഡിനറി ഡീസന്റ് ആണ്. ഡീസന്റ് എന്നൊക്കെ പറഞ്ഞ ആളിയാ ബൈക്കിൽ പോവാം, കയറി പോവാൻ ഷർട്ട് ചുളുങ്ങൂടോ. ശരി, നീ വന്റെ അമ്പലത്തിലൊക്കെ ചെന്ന ചന്ദനത്തോട് ഒരു ഇവന്മാരെ അനുവാദം ചോദിക്കുന്നു, ഞാൻ നിന്നെ ഒന്ന് ചോർത്തിക്കൂട്ടി ചന്ദനമേന്ന്. അമ്മാര് ഡീസൻസി. ഇവന്മാരെ ചെറു മദ്യസൽക്കാരും വയ്ക്കും. അപ്പോഴാണ് മെയിൻ സാധനം. യൂറോപ്യൻ മദ്യശൈലിയില് അണ്ടിപ്പരിപ്പിനും മുന്തിരിക്കുമുള്ള പ്രാവീണ്യം എന്ത്? അത് പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് മദ്യം എടുത്തിട്ട് നമ്മളിത് ഇങ്ങനെ കുളിക്കുമ്പോ ഇങ്ങനെ കുളിന്ന് കുളിക്കണം, എന്നാലാണ് അതിന്റെ ഒരു സത്തങ്ങോട്ട് ഇറങ്ങുള്ളൂ. ഇങ്ങനൊക്കെ പറയുമ്പോ ഞാൻ ആലോചിക്കുന്ന മറ്റൊരു കേസാണ്, കരിയോയിൽ അടിച്ചിട്ട് ഈ അമ്പലത്തിലെ സർപ്പം തുള്ളലിൽ ചെന്ന് സർപ്പത്തിനോട് റെസ്റ്റ് ചെയ്യാൻ പറയണ, ഇനി ഞാൻ കിടന്ന് ട്യൂബിട്ട് തുള്ളാന്ന് പറഞ്ഞ ടീമൊക്കെയാണ് ഈ പ്രഹസനം കാണിക്കണേ. പക്ഷെ ഇതൊക്കെ കല്യാണം കഴിക്കാനുള്ള ഒരു പരിപാടികളാണ്. പാവങ്ങൾ എന്തെങ്കിലും ആവട്ടെ. അവനാളൊരു മാന്യനാ. നാട്ടില് നമ്മളിപ്പോ രക്ഷപ്പെട്ടു UK പോയിട്ട്. നമ്മള് കെട്ടറ പെണ്ണിന് ഇത്തിരി കാശില്ലെങ്കിലും കുഴപ്പമില്ലടാ, നമുക്ക് കൊണ്ടടക്കാം, 10ാം ക്ലാസ് തോറ്റാണെങ്കിലും കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു പെണ്ണ് കാണാൻ പോയി. പെണ്ണ് കണ്ടു പറഞ്ഞു, എനിക്ക് സെറ്റാണ്, നീ ബാക്കി കാര്യങ്ങൾ സംസാരിച്ചോ. പെണ്ണ് പറഞ്ഞു, ഞങ്ങളിപ്പോ മെയിനായിട്ട് കാനഡയുടെ നടുക്കുള്ള ടൊറന്റോ സിറ്റിയുടെ ഉള്ളില് താമസിക്കണ പയ്യന്മാരെ നോക്കണുള്ളൂ. അപ്പൊ ഇവൻ എന്നെ നോക്കിയപ്പോ ഞാൻ പെണ്ണിന് എന്താ പരിപാടി? അപ്പൊ പറഞ്ഞു, പെണ്ണ് രാവിലെ എഴുന്നേക്കും, ചായ കുടിക്കും, ഫ്രണ്ടിൽ പോയിരിക്കും, കസേര ചൂടാവും, തിരിച്ചകത്ത് കയറി വരും, ചോറുണ്ണും, സെറ്റ് ചൂടാവും, അത് കഴിഞ്ഞ് കിടക്കയിൽ പോയി കിടക്കും, കിടക്ക ചൂടാകുമ്പോ എണീറ്റ് മിറ്റത്തിരിക്കും. അത് നല്ലൊരു പരിപാടിയാന്ന് ഞാനും പറഞ്ഞു. പുറത്തേക്ക് ഇറങ്ങിയിട്ട് തേക്കാത്ത വീട്ടിലേക്ക് നോക്കിയിട്ട് അവൻ നിറ കണ്ണുകളോട് എന്റെ അടുത്ത് പറഞ്ഞത്, നാടെല്ലാം ദുഃഖമാണ് ഉണ്ണി, UK യല്ലോ സുഖപ്രദം എന്ന് വേണ്ട വീട്ടിൽ പോയി. കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഏതെങ്കിലും തരത്തില് എൻ്റെ കൂടെ കൂടിയിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരായിട്ടുള്ള UK ബോയ്സിന് ഇത് അവഹേളിച്ചുവെങ്കിൽ വിട്ട് പിറവേ, ഇതൊക്കെ ഉള്ള കേസല്ല. ഞാൻ അല്ലാണ്ട് വേറെ ആരും വന്ന് ഇതൊക്കെ പറയണ്ട, ഇതൊക്കെ നാലാൾ അറിയണ്ടാ.